രംഗരാജ് സാറല്ലേ അത്? അതെ, അതിനെന്ത് ഇത്ര വേഗത്തില്? വേഗം എടുക്കടാ. നമസ്കാരം. നമസ്കാരം സാർ. ബോട്ട് എടുക്ക്, പെട്ടെന്നാവട്ടെ. പോവാം സാർ. ആ പോകുന്ന ബോട്ടിനെ ഫോളോ ചെയ്. ഇനി പോകണ്ട സാർ, ബായുടെ കപ്പലാ നിൽക്കുന്നേ. ബായോ? ആ ആ ബൈനോക്കുലർ ഇറങ്ങി വന്നേ. എടാ വേഗം ബോട്ട് തിരികെ കാണാമോ സാറേ? വേഗം കരക്കടുപ്പിക്ക്. വീട് ബായ്. ഒരു പോലീസുകാരൻ വന്ന് വാദിയാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ഇവിടെ കറങ്ങായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ ഇന്ന് ഒരു പെണ്ണിനെയും കടത്തിക്കൊണ്ടുപോയി പ്രശ്നം ഉണ്ടാക്കി. എടോ, ഞാനും ബായ് എന്തിനാടോ ഇങ്ങനെ ശത്രുക്കളെ പോലെ അഭിനയിക്കുന്ന അറിയാമോ? ചെയ്യുന്നത് കള്ളക്കടത്തല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ കുടുങ്ങിയാലും നിങ്ങളെ ആരും സംശയിക്കില്ല. അറിയാലേ എന്തോരം റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ ഈ ബിസിനസ് നടത്തുന്ന അറിയാമോ? രംഗരാജ, ഞാനും 10 ദിവസമായിട്ട് അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റ് മുഴുവനും സ്കൂൾ പിള്ളേരുടെ പുറകെയാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ബിസിനസ് ഒരു കാരണവശാലും അവൻ അറിയാൻ സാധ്യതയില്ല. ഇനി ഇതിനു മേലെ വല്ല പ്രശ്നം ഉണ്ടായാ ദേവനുണ്ടല്ലോ, നമ്മുടെ സഹദേവൻ. ഒന്നുമില്ലാത്ത എന്നെ 12 ബോട്ടിന്റെ ഓണർ ആക്കിയിരിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ ജയിലിൽ വരെ പോകും. എവിടെയുള്ളൂ സാർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ബാസി, എല്ലാവരും സ്റ്റേഷനിലേക്ക് വരാൻ പറ. 10 ദിവസം ഞാനവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് സൈൻ ചെയ്തു. ബാക്കിയുള്ള ദിവസം ഡാനിയുടെ കൂടെ ഷിപ്പിലായിരുന്നു. നമ്മുടെ കണക്കെല്ലാം സെറ്റിൽ ചെയ്ത് ഡോളറിൽ അത് അറേഞ്ച് ചെയ്തു. പിന്നെ ബായ്, നാളെ ഡാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഈ പറയുന്നേ? എന്റെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന്. മന്ത്രി വരുമെന്നാണല്ലോ പറഞ്ഞത്. ഡാനി രാവിലത്തെ ഫംഗ്ഷൻ അല്ല, രാത്രിയിലെ പാർട്ടിക്കാ വരുന്നേ. സഹദേവ, നീ വേണം ബോട്ട് എടുത്തിട്ട് പോയി ഇന്റർനാഷണൽ ബോർഡറിൽ പോയി അവനെ പിക്ക് ചെയ്തുകൊണ്ട് വരേണ്ടത്. ഇത്രയും നാൾ രംഗരാജൻ നല്ലവനെന്ന് കരുതിയിരുന്നത്. അവനാണ് മൊത്തം ഗ്യാങ്ങിന്റെ ലീഡറായിരിക്കുന്നത്. 8 മാസത്തെ ഇൻവെസ്റ്റിഗേഷൻ വേസ്റ്റ്. ഇനി വേറെ റൂട്ട് എടുക്കണം. എങ്ങനെയാണ് സാർ? കളിക്കേണ്ടത് ആദ്യം നമ്മൾ സഹദേവനിൽ നിന്നാണ്. സാർ, അവന്റെ ദേഹത്ത് കൈവച്ച മറ്റുള്ളവർക്ക് സംശയം വന്നാലോ? ഡ്രഗ് കേസിൽ അറസ്റ്റ് ചെയ്താൽ ആ സംശയം വരത്തുള്ളൂ. വേറെ എന്തെങ്കിലും. സാർ, 6 മാസങ്ങൾക്ക് മുന്നേക്കാരന്റെ സഹായിയെ ഡേവിഡിനെ കൊന്ന് കടലിലെറിഞ്ഞു. ഇപ്പോഴും കംപ്ലൈന്റ് ആകാതെ കിടക്കുക. അതാ, അതിൽ വേണം അവനെ പൊക്കാൻ. കംപ്ലൈന്റ് എഴുതിയിരിക്കുന്ന അവസാനം ഡേവിഡ് നിന്റെ കൂടെ വന്നിരിക്കുന്നെന്ന്. ശവം കളഞ്ഞ സ്ഥലം നീ കാണിച്ചു തന്നില്ലെങ്കിൽ ഡേവിഡിനെ കൊന്നത് നീയാണെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്ത് കളയും. കാണിച്ചു തരാം സാർ. നാളെ രാവിലെ രംഗരാജന്റെ ഹോട്ടലിൽ ഇനാഗ്രേഷൻ ആണ്. സെൻട്രൽ മിനിസ്റ്റർ വരുന്നുണ്ട്. എനിക്ക് അവിടെ തന്നെ ഉണ്ടാവണം. കരീം, നീ നാളെ മുരുകനെ കടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഡേവിഡിന്റെ ബോഡി റിക്കവർ ചെയ്യാൻ നോക്ക്. വാസി, സഹദേവൻ നാളെ നിങ്ങൾ ക്ലോസ് സർവേലായിരിക്കണം ഉണ്ടാകേണ്ടത്. ദാമോദരൻ, ആരും അറിയാതെ തന്നെ ഡേവിഡിന്റെ പയ്യന്റെ ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് വരണം. എന്തിനാണ് സാർ? കടലിൽ നിന്ന് ബോഡി കിട്ടുമ്പോൾ അസ്ഥി കൂടെ മാത്രമേ കാണുകയുള്ളൂ. അത് ഡേവിഡിന്റെ ആണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ DNA ടെസ്റ്റ് നടത്തണം. ബാക്ക് ടു പോലീസ്. എപ്പോഴും പോലീസ് തന്നെയാണ്. ഗുഡ്. എത്ര കിലോമീറ്റർ ആണോ പോകണ്ടേ? ഇനിയും 4 കിലോമീറ്റർ ഉണ്ട് സാർ. സഹദേവൻ ആളുകളോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി സാർ. ഓക്കെ സാർ, ബ്ലഡിന്റെ സാമ്പിൾ എടുത്തു. വെരി ഗുഡ്. യെസ് ഡാനി. I'll be in to call him by evening. Sagadev will be that you receive you. Okay. See you soon. കരീം, ബോട്ട് കണ്ടുപിടിച്ചു സാർ. മുങ്ങുന്നവരെല്ലാം റെഡിയാണ്. ഓക്കെ, ക്യാരി ഓൺ. ചാടിക്കോ. ബോട്ട് റെഡിയാണല്ലോ. റെഡി കേട്ടാ. സഹദേവൻ ആൾക്കാരും കൂടെ കടലിലേക്ക് പോകാൻ. മന്ത്രി സിറ്റി വിട്ടു പോകുന്ന സമയം വരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വെട്ടേക്ക്. സത്യ, വാ. ചിറ്റപ്പ, ഞാൻ ഇങ്ങോട്ട് വാ മോളെ, വാ.
ആ പൊക്ക പൊക്ക കുറച്ചുകൂടെ വലിക്ക്. സൂക്ഷിച്ച് ആ എവിടാന്ന് മനസ്സിലായി സാർ? പോസ്റ്റ്മോർട്ടം ഫോർമാലിറ്റീസ് തുടങ്ങിക്കോളൂ. രാത്രിയിലൊരു പ്രൈവറ്റ് പാർട്ടി വെച്ചിട്ടുണ്ട്. സാറും കൂടി ഉണ്ടായിരുന്ന നന്നായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുഹൃത്ത് ബന്ധം പകൽ മാത്രം മതി. ഹലോ സർ DNA ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് സാമ്പിൾ അയച്ചു. ഓക്കെ, ആ സഹദേവന്റെ സെല്ലിൽ റീച്ച് ആവുന്നില്ല സാർ. അവന്റെ നമ്പറിലേക്ക് ഒരു ഡമ്മി മെസ്സേജ് വേഗം കൊടുക്ക്. സിഗ്നൽ കിട്ടിയാണ് ഡെലിവറി റിപ്പോർട്ട് ചെയ്യും. ഓക്കെ സാർ. വെൽക്കം സാർ. വരൂ. നമസ്കാരം. സഹദേവൻ സിഗ്നലിൽ വന്നു സാർ. ഡാനി സർ ചേഞ്ച് ഡ്രസ്. വാട്ട്? ഹാർബർ വർക്കർ ഡ്രസ്. സേഫ്റ്റി നോ ഡൗട്ട്സ്. Safety അതെ. for me? ഗെറ്റ് റെഡി. ഓക്കെ സാർ. സർ യെസ് സർ. ഞങ്ങൾ ബോട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സർ. വേഗം പാടും. സഹദേവൻ വന്നുകൊണ്ടിരിക്കുക സർ. ഓക്കെ ഓക്കെ സർ. സാർ ഓക്കെ സർ. പോകോ. ഹാർബറിൽ പോലീസുകാർ കാത്തു നിൽക്കുക. എന്ത്? വെൽക്കം ഡാനി സർ, വെൽക്കം. All my area this is. Danny, sir, after 12 years, you're stepping on the land. Yes. ബൈ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അവിടെ ഉണ്ട്. ഓടിക്കോ. ബൈ. ഡാനി കൂടെ ഉണ്ട്. ഡാനി ആരാണെന്ന് പോലീസിന് അറിയില്ല. നീ രക്ഷപ്പെട. ആ ഡാനി സർ, പോലീസ് Police? റൗണ്ട് അപ്പ്. Why? No arrest. I arrest. What should we do now? You no run. I run. യാ കൂടെ ഉണ്ടായിരിക്കണം. യാ വണ്ടി എടുക്കടാ, വേഗം എടുക്കേ. Don't panic. എന്തിനാ സാറേ എന്നെ പിടിക്കുന്നേ? ഞാൻ ബായയുടെ ആളാ, മനസ്സിലായോ? Sir? എടാ, വിടടാ. വിടടാ പറഞ്ഞെ. അറസ്റ്റ് ചെയ്യും. വണ്ടിയുടെ അടുത്ത് Danny, sir. Just be cool. Who are you? What's your name? I am Michael Gong. What are you doing here? I work on the ships. Show me your passport. What are you doing with him? Sightseeing. Eating fresh fish. Having fun. I don't want to see you again. കരീം, സാർ. അവരുടെ രണ്ടുപേരുടെയും വർക്ക് പെർമിറ്റും വിസയും ചെക്ക് ചെയ്യേ. യെസ് സാർ. പാസ്പോർട്ട്. ഗീവ് പാസ്പോർട്ട്. Indian police. What did you say? What? What did you say about Indian police? Nothing. നീ എന്താ പറഞ്ഞേ? ഇന്ത്യൻ പോലീസ്? സാർ അടിക്കരുത്, സാർ അടിക്കരുത്. സാർ വിസയും ഇല്ല, വർക്ക് പെർമിറ്റും ഇല്ല സാർ. ഇല്ലീഗൽ എൻട്രി. സാർ ഓൾമോസ്റ്റ് ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞു. രംഗരാജേ, ആ പറയ് ബായ്. ഡാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡാനി ആരെന്നറിയാതെ അറസ്റ്റ് ചെയ്തിരിക്കുന്നേ. ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോവാ. ആവശ്യമില്ലാതെ ഒന്നും കയറി ചെയ്താൽ ഡാനിയെ കൊടുക്കരുത്. ഞാൻ MLA യോ MB കൊണ്ട് സംസാരിപ്പിച്ചോളാം. നോ പോലീസേ, ഒരു വിദേശിയുടെ മേള നീ കൈവച്ചത്. എംബസി നിങ്ങളൊക്കെ കുടുങ്ങും. അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാ ഞങ്ങളൊക്കെ പേടിക്കുമെന്നാ. നോ ധൈര്യമായിട്ടൊക്കെ വാ. നോ പോലീസേ, ആ ഈ കാര്യം അറിഞ്ഞ എന്ത് സംഭവിക്കണോ? എന്താ പേടിപ്പിക്കുക? ഒറ്റ വെക്കുന്നോ? മിണ്ടരുത്. ഹലോ, ഞാൻ MLA സംസാരിക്കുന്നത്. DSP ഉണ്ടോ?
DSP ലാൻഡ് ലൈനിൽ സംസാരിച്ചോണ്ടിരിക്കുക സാർ. ഫോൺ കൊടുക്കണോ? എത്ര തവണ വിളിക്കണോ? വിളിച്ചാൽ സാർ ഇവിടെ ഇല്ല. MP ആ സംസാരിക്കുന്നത്. സഹദേവനെ ഒരു വിദേശിയെയും നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കാന്ന് പറഞ്ഞ കേട്ടല്ലോ. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സാർ PM-നോ മിനിസ്റ്റർക്കോ ഫോൺ ചെയ്തായിരുന്നോ? ഒരു തെമ്മാടി അറസ്റ്റ് ചെയ്തതിനു വേണ്ടി സാർ ഡയറക്റ്റായിട്ട് ഫോൺ ചെയ്തു അല്ലേ? വളരെ നന്നായിട്ടുണ്ട് സാർ. ഞാൻ ചാത്താംകുളത്ത് MLA സംസാരിക്കുന്നത്. ആ സാറേ നമസ്കാരം. സാറിന്റെ കുളത്തിലെ മീൻ വളത്തിലൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? DSPയുടെ ഫോൺ കൊടുക്കണോ? സാർ DSP ചെന്നൈയിൽ റെക്കോർഡിംഗിലാ ഉള്ളത്. എടോ എന്താടാ ഈ പറയുന്നേ? ആ മ്യൂസിക് ഡയറക്ടർ ദേവി ശ്രീ പ്രസാദ് ഇല്ലേ, അതിന്റെ ചുരുക്കപ്പേരെ DSP. തമാശ കളിക്കാടാ, അടിച്ചു തന്നെ ഉണ്ടല്ലോ. എടോ ആദ്യം പുറത്തു വിട്. ആരെ പുറത്തിറക്കും? ആരെയും അകത്ത് പിടിച്ചു വെച്ചിട്ടില്ല, തുറന്നു വിട്. അപ്പൊ ആരകത്തിരിക്കുന്ന അറിയാണ്ട് റെക്കമെൻഡേഷൻ? പറയേ, ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ലെന്ന്. അവനെ 10 മിനിറ്റ് നേരത്തേക്ക് സ്റ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുപോവാ. ഡാനിയെയും സഹദേവനെയും ഞാൻ പുറത്തു കൊണ്ടുവരാം. ഓക്കെ സാർ, ഒരു ചെറിയ പ്രശ്നം. സാർ. നരസിംഹൻ, യെസ് സാർ. എനിക്ക് നിങ്ങളൊന്ന് കാണണം. ഉടനെ ഓഫീസിലേക്ക് വാ. എന്താ സാർ ഇത്രയും ഫോണിയാക്ക്? നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ രംഗരാജ് ഇൻഡയറക്റ്റായിട്ട് കളിക്കാൻ തുടങ്ങി. അന്ന് സഹായത്തെ പെണ്ണ് കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും അടുത്ത ദിവസം വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ജാമ്യത്തിൽ ഇറക്കിയത്. ഇത്രയും ആൾക്കാർ അവനെ ഇറക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇതിലെന്തോ കളിയുണ്ട്. ഇന്ന് രാത്രി തന്നെ റിമാൻഡ് ചെയ്യണം. പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കിക്കോളൂ. SP ഓഫീസിൽ പോകണം. അവരുടെ ഫയൽസ് എടുത്തോണ്ടോ സാർ. ഒരു കാര്യം ചെയ്യ്, ആ ലോക്കപ്പിന്റെ താക്കോലോടി എടുത്തു. ഓക്കെ സാർ. എടാ, പോയിനടാ. വേഗം പോടാ. സാറേ SP അദ്ദേഹം പുറത്തു പോയേക്കോ, വന്നാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് വരാൻ പറഞ്ഞാണല്ലോ. നിങ്ങൾ അകത്ത് വെയിറ്റ് സാർ. ഞാൻ കൺട്രോൾ റൂമിൽ ചെന്നിട്ട് പാസ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് വരാം. കാര്യം സാറെ കേൾക്കുമ്പോഴേ തല ചുറ്റുന്നു സാർ. ഒരു ഇന്റർനാഷണൽ ക്രിമിനലിന്റെ കൂടെയാണ് അവർ ലിങ്ക് വെച്ചിരിക്കുന്നത്. നമ്മുടെ ആൾക്കാർ വന്നു കഴിഞ്ഞു. ഒരുത്തനെ വെറുതെ വിടരുത്. അടിക്കേ. അങ്ങനെ തന്നെ. നരസിംഹൻ താക്കോൽ എടുത്തോണ്ട് പോയി. കുത്തി പൊളിക്കടാ. വേഗം ആട്ടെ. ഫോൺ അടിക്കുന്നു സാർ, ആരും എടുക്കുന്നില്ല. വേഗം പൊളിക്കടാ. വേഗം വേണം. അങ്ങനെ തന്നെ. ഡാനി സാർ വന്നോട്ടെ. ഒന്നിനെ വിടില്ല. സാർ, നമ്മുടെ സ്റ്റേഷന് തീ പിടിച്ചെന്നാ തോന്നുന്നേ. ആരെയും കാണുന്നില്ല സാർ. സഹദേവന്റെ ആൾക്കാര് സെല്ല് തകർത്തിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞു സാർ. അയ്യോ, നമ്മുടെ കരീം സാറിന് എന്ത് പറ്റി? കരീം സാറിന് കുത്തി സാർ. കരീം, കരീം എന്ത് പറ്റി? കരീം, ആംബുലൻസ്, ആംബുലൻസ് വിളിക്കേ. വേഗം പോ. മാരാരിയിലുള്ള D3 പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു. ധാരാളം പോലീസുകാർക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. കുറ്റവാളികൾ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. സാർ, അർജന്റായിട്ട് ബോട്ട് എടുക്ക് പ്ലീസ്. 2 ക്രിമിനൽസ് ജയിൽ ചാടി രക്ഷപ്പെട്ടു സാർ. കടലിലേക്ക് പോകാനാണ് സാധ്യത. SP ഓർഡർ ഇല്ലാതെ ബോട്ട് എടുക്കാൻ കഴിയില്ല. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ SP ഓർഡർ, MLA ഓർഡർ എന്ന് പറഞ്ഞ റൂൾ പറയുന്നു. ബോട്ട് എടുക്കാൻ. We are central government officer. You are from state government. Get out from here. വിട്ടുതരാൻ പറയുന്നു. വിവരമില്ലടാ. നിങ്ങളൊക്കെ മനുഷ്യരാണോ? ദാമോദര,
ഇവന്മാരെല്ലാം അവന്റെ ആൾക്കാരാ. ടൈം വേസ്റ്റ് ചെയ്യാതെ എല്ലാ ചെക്ക് പോസ്റ്റിലേക്കും പോ. നീലകണ്ഠൻ, ഒരു ബോട്ട് പോലും മിസ്സാവരുത്. വേഗം ചെക്ക് ചെയ്യാൻ നോക്ക്. ചെല്ല്. റേസിയ സഹായത്തിന് കൂട്ടുകാരെ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. അവന്റെ ആൾക്കാരെ ഒന്നിനെ വിടരുത്. വണ്ടി എടുക്ക് വണ്ടി. മാണിക്കിനെ ലോറൻസിന്റെ വീടാ. ഇല്ല സാർ. അറിയില്ല സാർ. കൊണ്ടുപോടെ. എവിടെയാണോ? പറയണ എവിടെ? എവിടെയാണെന്ന് പറയാൻ പറഞ്ഞു. സാർ, തുരുത്തി ഔട്ട് പോസ്റ്റില്ല എന്റെ കൺട്രോളിലാണുള്ളത്. അത് നിങ്ങൾക്ക് അറിയാവോ? ഈ ഏരിയയിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ മുൻകൂട്ടി എന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങണം. സാറേ, അവരാണ് സഹദേവന്റെ ഭാര്യ. വരൂ സാറുമാരെ, വരൂ. എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ലേ? എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ നിങ്ങൾക്ക് അത്ര ധൈര്യമുണ്ടോ? ഞാൻ ഈ മണ്ണെണ്ണ മുഴുവൻ ഒഴിച്ച് കൊളുത്തി ചത്തുകളയും. എന്നെ പിടിച്ചോണ്ട് പോകും. സാർ, അവിടെ സഹദേവന്റെ വീട്ടിൽ നിങ്ങൾ എന്തോ ചെയ്യുക? അവന്റെ വൈഫിനെ എൻക്വയറിക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സാർ. അവന്റെ ഭാര്യ മണനൊഴിച്ച് ചത്ത ഞാൻ വേണം മേലുദ്യോഗസ്ഥരോട് സമാനം പറയാൻ. അതെല്ലാം നിർത്ത്. സാർ, രാവിലെ എന്റെ ഓഫീസിൽ വന്ന് കാണാം. എന്തായി? ഡാനിയെ ഷിപ്പിൽ കയറ്റി വിട്ടു. ശരി ശരി, കന്യാകുമാരിയിലേക്ക് വിട്ടോ. ഞാൻ പറയുന്നത് വരെ അവിടെ തന്നെ കഴിഞ്ഞോണം. ഓക്കെ ബൈ, ഓക്കെ ബൈ. വരൂ സാർ. എനിക്കൊന്നുമില്ല സാറേ. രക്തം കുറെ പോയത് കൊണ്ട് മയങ്ങിപ്പോയി സാറേ. സാർ സാർ, സംസാരിക്കരുത്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്റെ മക്കളെ എങ്ങനെ പോറ്റും? സർ, പ്ലീസ് പോലീസുകാർക്ക് എന്ത് പറ്റി? സാർ, പോലീസ് സ്റ്റേഷൻ എത്ര തകർത്തു പേർക്കാണ് പരിക്കേറ്റത്? ഒന്ന് പറയൂ സാർ, പ്ലീസ്. സഹദേവന്റെ കൂടെ രക്ഷപ്പെട്ട വിദേശീയരാണ് സാർ. അറിയില്ല. സാർ, ഇങ്ങനെ പറഞ്ഞു പോയാൽ ഡാനി, are you safe? I am safe, Tangraj, but not okay. I'm sorry. Sorry is not enough. Nobody has even had the guts to touch me, but he slapped me. Kill that police dog and tell me that you have buried him somewhere. Until then, I can't sleep. I will do. എന്താ ഇത്? ഇന്നലെ രാത്രി എല്ലാ പോലീസുകാരുടെ എനർജി വേസ്റ്റ് ചെയ്തല്ലോ. സിറ്റി മുഴുവൻ ന്യൂസ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചല്ലോ. ഐ ആം ടേക്കിംഗ് ഡിസിപ്ലിനറി ആക്ഷൻ അഗൈൻസ്റ്റ് യു. തന്നെ ഞാൻ 10 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ മുകളിൽ കൈവച്ച് അവര് രക്ഷപ്പെട്ടതിൽ നിങ്ങൾക്ക് പങ്കില്ലെന്ന് മനസ്സോർന്ന് പറയാൻ പറ്റുമോ? എന്താണ് താൻ പറയുന്നത്? ഇന്നലെ രാത്രി മൂത്രം ഒഴിക്കാൻ പോലും സമയമില്ലാതെ 40 പോലീസ് സിറ്റി മുഴുവൻ നായ്ക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിറക്കുമായിരുന്നു സാർ. എന്ത് സംഭവിച്ചു എന്നൊരു വാക്ക് പോലും നിങ്ങൾ ചോദിച്ചില്ല. അടികൊണ്ട പോലീസുകാരുടെ കൈ പോയോ കാല് പോയോ ജീവൻ പോയോ എന്ന് പോലും ചോദിക്കാതെ അവന്റെ പാർട്ടിക്ക് പോയി കുന്തളിക്കല്ലായിരുന്നു നിങ്ങൾ. നാണം ഉണ്ടോടാ തനിക്ക്? ആവശ്യമില്ലാതെ സംസാരിക്കരുത്. സഹദേവന്റെ ഭാര്യ മണ്ണെണ്ണ ഒഴിച്ച് ചാകാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് ഫോൺ ചെയ്തില്ലേ? സർവേക്കുള്ള ഏരിയയിൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നിന്റെ ഏരിയ ആണെന്നും പറഞ്ഞ് നീ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടത് ഓർക്കുന്നുണ്ടോടാ? എന്താ ഇവിടെ നടക്കുന്നത്? ഏത് നാട്ടുകാരാ നിങ്ങൾ? ആരാ നിനക്കൊക്കെ ജോലി തന്നത്? ഇന്നലെ നീ സർക്കാരിനോട് കാണിച്ച ദ്രോഹത്തിന് എന്റെ ജോലിയെല്ലാം രാജിവെച്ച് ആ സിറ്റി കൂടെ നിന്നെ ഓടിച്ച് വെട്ടിയറിഞ്ഞ് കൊല്ലേണ്ടതായിരുന്നു. ഈ ഇട്ടിരിക്കുന്ന യൂണിഫോമും ഈ സ്ഥലവും ബഹുമാനിക്കുന്നുണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുക. ഇനി ഡബിൾ ഗെയിം കളിച്ചാലുണ്ടല്ലോ, ഒന്ന് കുഴിച്ചു മുടിഞ്ഞ